ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ CCയിൽ ബിഗ് ഡേ ഓഫർ, അതായത് എല്ലാ PSC കോഴ്സുകൾക്കും അപ് ടു 30% ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാം. എല്ലാ PSC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും അവർ സെലക്ട് ചെയ്യുന്ന ഏത് കോഴ്സ് ആണെങ്കിലും ഈ ഓഫർ അവൈലബിൾ ആണ്. ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്കും ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അപ്പം ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാവി CCയിൽ സുരക്ഷിതമാണ്. അതായത് കൃത്യമായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ PSC കോഴ്സുകളും ഈ ഒരു ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാം എന്ന ആ ഒരു ലക്ഷ്യം ഉറപ്പായും നിറവേറ്റാം. നെക്സ്റ്റ്, ഈ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് കൈപിടിച്ചുയർത്താനായി, അതായത് ഈ ഒരു ജോലിയിലേക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് പോലെയുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് ജോലിയിൽ എത്തിച്ചേർന്ന ഉദ്യോഗാർത്ഥികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്കും വരും വർഷങ്ങൾ ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ സർവീസുകളിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാം. അതുകൊണ്ട് നിങ്ങളും മടിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ ഒട്ടും സംശയിക്കാതെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു ഓഫർ പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് MS പവർ പോയിന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നിരന്തരം PSC പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുന്നതും എന്നാൽ പുതിയ ഒരു ടൈപ്പിലേക്ക് ചോദ്യത്തെ മാറ്റിയതുമായ ചില ചോദ്യങ്ങളാണ്, ന്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ആണ് പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം. നോക്കാം. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ആക്സസ് എ ന്യൂ സ്ലൈഡ് ഇൻ എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? നമുക്കറിയാം MS പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. MS വേഡ് എന്ന് പറയുന്നത് ഒരു വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. MS എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് MS വേഡും MS എക്സലും MS പവർ പോയിന്റും, അവിടെയുള്ള പവർ പോയിന്റ് എന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, PSC ചോദിച്ച ചോദ്യങ്ങൾ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ആക്സസ് എന്നാണ്, ആക്സസ് എ ന്യൂ സ്ലൈഡ് ഇൻ ദി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. കൺട്രോൾ N ഓപ്ഷൻ എയിൽ പറയുന്നു, കൺട്രോൾ M ഓപ്ഷൻ ബിയിൽ, ഓപ്ഷൻ സി ഷിഫ്റ്റ് M, ഓപ്ഷൻ ഡി കൺട്രോൾ N. അതായത് ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ആ കൺട്രോൾ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന N അല്ലെങ്കിൽ M അല്ലെങ്കിൽ ഈ കീകൾ അമർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ പ്ലസ് N, കൺട്രോൾ പ്ലസ് M, ഷിഫ്റ്റ് പ്ലസ് M, കൺട്രോൾ പ്ലസ് N. അപ്പോൾ ഏത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ന്യൂ സ്ലൈഡ് പ്രസൻറ്റേഷനിൽ ആക്സസ് ചെയ്യുന്നത്? പുതിയ സ്ലൈഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. കൺട്രോൾ M ആണ്. കൺട്രോൾ M, അതായത് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ആക്സസ് ന്യൂ സ്ലൈഡ് ഇൻ ദി പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ ന്യൂ സ്ലൈഡ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ M എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ. അങ്ങനെയെങ്കിൽ പവർ പോയിന്റ് ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. F5 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ F5 ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കണം. F7 എന്ന് പറഞ്ഞാലോ സ്പെൽ ചെക്ക്, നമ്മുടെ സ്ലൈഡിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വേർഡിൻ്റെ സ്പെൽ ചെക്ക് നടത്തുന്നതിന് വേണ്ടി F7 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ. ഈ F7 നമ്മുടെ MS വേഡിലും യൂസ് ചെയ്യുന്നതാണ് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. F12 സേവാസ്, F12 എന്ന് പറയുന്ന ഫങ്ഷണൽ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവാസ് എന്ന് പറയുന്ന കമാൻഡ് ബോക്സ് അവൈലബിൾ ആവും. ഇനി ഷിഫ്റ്റ് F5 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ F5 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സ്ലൈഡ് ഷോ ഫ്രം ദി കറണ്ട് സ്ലൈഡ്, അതായത് നമ്മൾ ഇപ്പോൾ ഏത് സ്ലൈഡിലാണോ നിൽക്കുന്നത് ആ സ്ലൈഡിൽ നിന്നും പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് F5 എന്ന് പറയുന്ന കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് സ്ലൈഡ് ഷോ എൻഡ് ചെയ്യും. കൺട്രോൾ പ്ലസ് D ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഫോം ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് D ആണ്. കൺട്രോൾ പ്ലസ് M ആണ് എങ്കിൽ
പുതിയ സ്ലൈഡ് Ctrl+M ആണ് എങ്കിൽ അവിടെ പുതിയ സ്ലൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. പുതിയ സ്ലൈഡ് ആണ്. അതായിരുന്നു ചോദ്യം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. Ctrl+M ആയിരുന്നു ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചത് കേട്ടോ. ഓർമ്മ വേണം. ന്യൂ സ്ലൈഡ് Ctrl+M ഇതായിരുന്നു PSCയുടെ ചോദ്യം. അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. F5 സ്ലൈഡ് ഷോ, F7 സ്പെൽ ചെക്ക്, F12 സേവ് ആസ്, ഷിഫ്റ്റ് F5 വ്യൂ സ്ലൈഡ് ഷോ ഫ്രം ദി കറണ്ട് സ്ലൈഡ്, എസ്കേപ്പ് എൻഡ് സ്ലൈഡ് ഷോ, Ctrl+D ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്, Ctrl+M ന്യൂ സ്ലൈഡ്. ഓക്കെ ആണേ. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇൻ MS PowerPoint ദ സ്ലൈഡ് ഓറിയന്റേഷൻ ബട്ടൺ ക്യാൻ ബി ഫൗണ്ടഡ് ഇൻ ദി. അതായത് MS PowerPointൽ സ്ലൈഡ് ഓറിയന്റേഷൻ ബട്ടൺ ക്യാൻ ബി ഫൗണ്ടഡ് ഇൻ. എവിടെയാണ് സ്ലൈഡ് ഓറിയന്റേഷൻ ബട്ടൺ ഉള്ളത്? ഓപ്ഷൻ എ ഡിസൈൻ ടാബ്, ഓപ്ഷൻ ബി അനിമേഷൻ ടാബ്, ഓപ്ഷൻ സി വ്യൂ ടാബ്, ഓപ്ഷൻ ഡി ഹോം ടാബ്. അപ്പം നമ്മൾ വേർഡിൽ പഠിക്കുന്നത് പോലെ തന്നെ പവർ പോയിന്റിലും എന്തുണ്ട്, ടാബുകളുണ്ട്. ഹോം ടാബ്, ഇൻസർട്ട് ടാബ്, ഡിസൈൻ ടാബ്, ആനിമേഷൻ ടാബ്, സ്ലൈഡ് ഷോ ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട MS PowerPointലെ ടാബുകൾ? ഹോം ടാബ്, ഇൻസർട്ട് ടാബ്, ഡിസൈൻ ടാബ്, ആനിമേഷൻ ടാബ്, സ്ലൈഡ് ഷോ ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ഇതിൽ ഏത് ടാബിൽ ആണ് സ്ലൈഡ് ഓറിയന്റേഷൻ ഉള്ളത്? സ്ലൈഡ് ഓറിയന്റേഷൻ ഉള്ളത് ഏത് ടാബിലാണ് നോക്കാം. ഡിസൈൻ ടാബിലാണ് സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത്. സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന കമാൻഡ് അല്ലെങ്കിൽ ബട്ടൺ അല്ലെങ്കിൽ ഐക്കൺ ഉള്ളത് എവിടെയാണ്? ഡിസൈൻ ടാബിലാണ്. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഡിസൈൻ ടാബ് എന്ന് പറയുന്നത്. അപ്പം സ്ലൈഡ് ഓറിയന്റേഷൻ, അപ്പം ഓരോ പ്രത്യേകമായ ഗ്രൂപ്പുകളിൽ വരുന്ന ഓരോ കമാൻഡുകളെയും പ്രത്യേകം നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് എവിടെ വരുന്നു, ഏത് ടാബിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ MS PowerPoint ദ പേജ് സെറ്റപ്പ് ബട്ടൺ ക്യാൻ ബി ഫൗണ്ടഡ് ഇൻ ദി. പേജ് സെറ്റപ്പ് ബട്ടൺ ഏത് ടാബിലാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? ഏത് ടാബിലാണ് ഉള്ളത്? ഹോം ടാബ്, ആനിമേഷൻ ടാബ്, ഇൻസർട്ട് ടാബ്, ഡിസൈൻ ടാബ്. ഇവിടെ നോക്കാം ഏത് ടാബിലാണ് പേജ് സെറ്റപ്പ് വരുന്നത്. ഏത് ടാബിലാണ് നോക്കിയേ, ഡിസൈൻ ടാബിൽ തന്നെയാണ്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് എന്ത് വരുന്നത്, പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ബട്ടൺ വരുന്നത്. അപ്പൊ ഇൻ MS PowerPoint ദ പേജ് സെറ്റപ്പ് ബട്ടൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദി പേജ് സെറ്റപ്പ്. ഏതാണ്? ഡിസൈൻ ടാബ്. ഓപ്ഷൻ ഡി ആണ്, ഡിസൈൻ ടാബിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും നോക്കി വെക്കുക. അപ്പൊ ഇവിടെ കൃത്യമായും ടാബുകളും കൃത്യമായും ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിനകത്ത് വരുന്ന കമാൻഡുകളും ബട്ടണുകളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കമാൻഡുകൾ തന്നെയാണ് ബട്ടണുകൾ. ഇതെല്ലാം നോക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ്, ഹൗ മെനി ലേ ഔട്ട് ആർ പ്രസന്റ് ഇൻ ദി PowerPoint 2007? PowerPoint 2007 എത്ര ലേ ഔട്ടുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 9 ലേ ഔട്ടുകളാണുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ലേ ഔട്ട് എന്ന് നോക്കാം. നമ്മുടെ സ്ലൈഡിന്റെ ലേ ഔട്ട് ഏത് ടൈപ്പിലായിരിക്കണം നമുക്ക് അവൈലബിൾ ആവേണ്ടത് എന്ന് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇത് ഹോം ടാബിലെ ലേ ഔട്ട്, അതായത് ഫോണ്ട് ഗ്രൂപ്പിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ വരുന്ന ലേ ഔട്ടിലാണ് എന്തുള്ളത്? ഈ ലേ ഔട്ടുകൾ ഉള്ളത്. എണ്ണി നോക്കാം ഏതൊക്കെയാണ്. 1 2 3 4 5 6 7 8 9. ഇതാണ് 9 എണ്ണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹോം ടാബിലെ സ്ലൈഡ്സ് ഗ്രൂപ്പിലാണ് ലേ ഔട്ട് ഉള്ളത്. 9 ലേ ഔട്ടുകളാണുള്ളത്. ലേ ഔട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ലേ ഔട്ടിനകത്ത് ഏതൊക്കെ വരും? ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കോംപ്രീഷൻ, ടൈറ്റിൽ ഒള്ളി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഒള്ളി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇങ്ങനെയാണ് 9 എണ്ണം നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റിനും മനസ്സിലായി. പിന്നെ നെക്സ്റ്റ്, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദ സ്ലൈഡ് പേജ് ഓറിയന്റേഷൻ. സ്ലൈഡിന്റെ പേജ് ഓറിയന്റേഷൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഫ്രം ദി
landscape to portrait layout in the MS PowerPoint 2007 slide, but steps are not the proper order. അതായത് ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദ സ്ലൈഡ് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് ഓർഡറിലാണോ അല്ലയോ, അല്ലെങ്കിൽ അത് ഓർഡറിലാക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദ സ്ലൈഡ് പേജ് ഓറിയന്റേഷൻ ഫ്രം ദി ലാൻഡ്സ്കേപ്പ് ടു പോർട്രേറ്റ് ലേഔട്ട് ഇൻ MS PowerPoint 2007 സ്ലൈഡ്, ബട്ട് ദ സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ ദി പ്രോപ്പർ ഓർഡർ. ഒന്നാമത്തത് സെലക്ട് ദ ഡിസൈൻ ടാബ്. ഡിസൈൻ എന്ന് പറയുന്നത് ടാബാണ് കേട്ടോ, ഡിസൈൻ ടാബ്. എക്സാമിന് ഈ സെലക്ട് ഡിസൈൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. നെക്സ്റ്റ് സെലക്ട് സ്ലൈഡ് ഓറിയന്റേഷൻ. മൂന്നാമത്തത് സെലക്ട് ദ പോർട്രേറ്റ്. അതായത് ലാൻഡ്സ്കേപ്പിലായിരിക്കും നമ്മുടെ നോർമൽ ഡീഫോൾട്ടായിട്ട് നമ്മുടെ സ്ലൈഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മൾ പോർട്രേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്? ഡിസൈൻ ടാബ് ഓപ്പൺ ചെയ്യണോ, അതിനുശേഷം സ്ലൈഡ് ഓറിയന്റേഷൻ സെലക്ട് ചെയ്യണോ, അതിനുശേഷം പോർട്രേറ്റ് സെലക്ട് ചെയ്യണോ? ഓർഡർ 1, 2, 3 ഈസ് കറക്റ്റ്. തന്നിരിക്കുന്നത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓർഡർ 2, 1, 3 ഈസ് കറക്റ്റ്. ഓർഡർ 3, 2, 1 ഈസ് കറക്റ്റ്. ഓർഡർ 1, 3, 2 ഈസ് കറക്റ്റ്. ഇവിടുത്തെ ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ എ 1, 2, 3. ആദ്യം ഡിസൈൻ ടാബ് സെലക്ട് ചെയ്യണം, ഇനി സ്ലൈഡ് ഓറിയന്റേഷൻ സെലക്ട് ചെയ്യണം, നെക്സ്റ്റ് സെലക്ട് ദ പോർട്രേറ്റ് എന്ന് പറയുന്ന ഓറിയന്റേഷനും സെലക്ട് ചെയ്യണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പേജ് ഓറിയന്റേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ MS PowerPoint നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം ഫയൽ ഫോർമാറ്റ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് ഓഫ് MS PowerPoint? MS PowerPointന്റെ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ്, അതായത് ഫയലിന്റെ പേരിന്റെ അവസാനം വരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ഫോർമാറ്റ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ HTML, ഓപ്ഷൻ ബി .pptx, ഓപ്ഷൻ സി .txt, ഓപ്ഷൻ ഡി .http. ഓപ്ഷൻ ബി ഇതാണ് ശരിയായി വരുന്നത്. പവർ പോയിന്റിന്റെ ഫയൽ എക്സ്റ്റൻഷൻ .pptx ആണ് എന്ന് പഠിക്കുക. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ് ഈ പറയുന്ന ഫയൽ എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ MS വേഡിന്റെയും എക്സലിന്റെയും പവർ പോയിന്റിന്റെയും എല്ലാം തന്നെ പഠിച്ചു വെച്ചിരിക്കുക. പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫയൽ നെയിമിന്റെ അവസാനം വരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ, ആ ഒരു വാല് പോലെയുള്ള ഭാഗത്ത് വരുന്നതാണ്. ഏത് ഫയലാണ്, വേഡ് ആണോ, എക്സൽ ആണോ, പവർ പോയിന്റിനാണോ എന്ന് ഈ ഫയൽ എക്സ്റ്റൻഷൻ നോക്കിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം. ഈ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നുകൊണ്ടാണ് നിങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ട്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിലവിൽ 30%, അതായത് അപ് ടു 30% ഓഫറിൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. ഏറ്റവും പുതിയ ടൈപ്പ് ചോദ്യമാണ്. കൃത്യമായിട്ട് നോക്കി വെക്കുക. ഉറപ്പായിട്ടും ഇനിയുള്ള എക്സാമുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് 1, ഇൻസർട്ടിങ് എ ചാർട്ട് ഇൻ എ പ്രസന്റേഷൻ ഈസ് ടു ഇല്യൂസ്ട്രേറ്റ് ആൻഡ് കമ്പയർ ഡേറ്റ. നമ്മളൊരു ചാർട്ട് നമ്മുടെ പ്രസന്റേഷനിൽ ഇൻസർട്ട് ചെയ്യുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഡേറ്റയെ കമ്പയർ ചെയ്യാനും അതിനെ ഇല്യൂസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2, ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട് ആൻഡ് സർഫേസ് ചാർട്ട് എക്സെട്ര ആർ സം ഓഫ് അവൈലബിൾ ചാർട്ട് ഇൻ ആൻഡ് MS PowerPoint 2007. MS PowerPoint 2007 നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചാർട്ട് ആണ്. ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട് ആൻഡ് സർഫേസ് ചാർട്ട്. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ ഓർ ഫാൾസ്? ചോദ്യം കണ്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചാർട്ട് ഇൻസർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൈമിലുള്ള ചാർട്ട് ടെംപ്ലേറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. കോളം, ലൈൻ, പൈ, ബാർ, ഏരിയ, XY, സ്റ്റോക്ക്, സർഫേസ്, ഡോഗ്നട്ട്, ഡബിൾ, റഡാർ. ഇത്രയും ടൈപ്പ് ഓഫ് ചാർട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചാർട്ടുകളുടെ പേരാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 1 നമുക്കറിയാം ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്നതിനും കമ്പയർ ചെയ്യുന്നതിനും വേണ്ടിയാണ് ചാർട്ട് ഇൻസർട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ
എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആർ ഫോൾസ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ സി 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ. നമുക്ക് സംശയമില്ലാതെ പറയാം രണ്ടും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലും ചോദ്യങ്ങൾ വരും. അപ്പം നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കി പഠിക്കുക മാത്രമാണ് അതിനുള്ള ഏക പോംവഴി. In an MS PowerPoint 2007 software, macro is present in. മാക്രോസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇപ്പം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മാക്രോസ് എവിടെയാണ് ഉള്ളത് എന്ന് മാത്രം നമുക്ക് നോക്കാം. നോക്കിയേ, ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വ്യൂ ടാബാണ്. വ്യൂ ടാബിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ? പ്രസൻറ്റേഷൻ വ്യൂ, ഷോ ഓർ ഹൈഡ്, സൂം, കളർ, ഗ്രേ സ്കെയിൽ, വിൻഡോ, മാക്രോസ്. ദാ കിടക്കുന്നു മാക്രോസ്. കാണുന്നുണ്ടല്ലോ, മാക്രോസ് കാണുന്നുണ്ടല്ലോ. എങ്കിൽ നമുക്ക് പറയാം ഏത് ടാബിലാണ് മാക്രോസ് പ്രസന്റഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം ഒന്നും വേണ്ട, വ്യൂ ടാബിലാണ്. എവിടെയാണ്? വ്യൂ ടാബിൽ ആണ്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ്, if you want to create a new PowerPoint presentation, which of the following options you choose? നിങ്ങളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുതുതായി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നിരിക്കുന്ന ഏതൊക്കെ ഓപ്ഷൻ അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസുകളാണ് സെലക്ട് ചെയ്യുക? ഒന്നാമത്തെ, പ്രസ്സിംഗ് കൺട്രോൾ എൻ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യണം. നെക്സ്റ്റ്, പ്രസ്സിംഗ് കൺട്രോൾ എം എന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യണം. ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ. ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് പ്രിപ്പയർ. ഇവിടെ ശരിയായ ആൻസർ ഏതാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നവർക്ക് തന്നെ കൃത്യമായി പറയാൻ പറ്റും കൺട്രോൾ എം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരി? ഒന്ന്, കൺട്രോൾ പ്ലസ് എൻ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ന്യൂ പവർ പോയിന്റ് പ്രസന്റേഷൻ ലഭിക്കും. ക്ലിക്ക് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ന്യൂ സ്ലൈഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പുതുതായി ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 1ഉം 3ഉമാണ് ശരി. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പറയുന്ന നാലാമത്തതും രണ്ടാമത്തതും എന്താണ്? തെറ്റാണ്. നാലാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷനുകൾ തെറ്റാണ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം വ്യൂസ് ഓപ്ഷൻസ് ഇൻ എ പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. സം വ്യൂ ഓപ്ഷൻസ് ഇൻ എ പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പവർ പോയിന്റ് ആണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് പവർ പോയിന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. സം വ്യൂ ഓപ്ഷൻസ് ഇൻ എ പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് മാസ്റ്റർ വ്യൂ, സ്ലൈഡ് ഓറിയന്റേഷൻ വ്യൂ. ഇതൊക്കെ പല ടൈപ്പിലുള്ള ചോദ്യങ്ങളായിട്ട് പല എക്സാംസിൽ ചോദിക്കുന്നു. ചിലയിടത്ത് വേർഡിന്റെ പാർട്ടിൽ ചോദിക്കും, ചിലയിടത്ത് എക്സലിന്റെ പാർട്ടിൽ, അല്ലെങ്കിൽ ചിലയിടത്ത് പവർ പോയിന്റിന്റെ പാർട്ടിലൊക്കെ ചോദിക്കുന്നുണ്ട്. Which among the above is or are the view options in presentation view in an MS PowerPoint 2007 software? ഏതൊക്കെയാണ് 2007 MS PowerPoint സോഫ്റ്റ്വെയറിലുള്ള പ്രധാനപ്പെട്ട വ്യൂസ്? നിങ്ങൾ ആദ്യം ഈ ഓപ്ഷൻ നോക്കിയതിന് ശേഷം കൃത്യമായും ആ വ്യൂ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ MS PowerPoint 2007 വ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൽ വ്യൂ ആണ്. പിന്നീട് സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, നോട്ട്സ് പേജ് വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്, സ്ലൈഡ് മാസ്റ്റർ വ്യൂ ഉണ്ട്, ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ ഉണ്ട്, നോട്ട്സ് മാസ്റ്റർ വ്യൂ ഉണ്ട്. ഇനി അത് ഏത് ടാബിലാണെന്ന് ചോദിച്ചാൽ സംശയമൊന്നും വേണ്ട, വ്യൂ ടാബിലാണ്. ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, പ്രസന്റേഷൻ വ്യൂസിലാണ്. ഇവിടെ നോക്കിയാൽ നോർമൽ വ്യൂ ഉണ്ട്, നോർമൽ വ്യൂ ശരിയാണ്. സ്ലൈഡ് സോർട്ടർ ആ ഒരു ഓർഡർ തന്നെ പോയേക്കാണ്. നോട്ട്സ് പേജ് ഇവിടെ ഇല്ല. നോട്ട്സ് മാസ്റ്റർ ഉണ്ട്. സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു വ്യൂ ആണോ? സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ലൈഡിന്റെ ഓറിയന്റേഷൻ അല്ലയോ പറയുന്നത്. അപ്പം ഇവിടെ ശരി ഉത്തരം, അതായത് ഇതിൽ
യോജിക്കുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പം 4 താണ്ട ഇവിടെ വരുന്നുണ്ട്, അപ്പം അത് തെറ്റിപ്പോയി. ഇവിടെ വരുന്നുണ്ട്, അത് തെറ്റിപ്പോയി. ഇവിടെ 2ഉം 3ഉം മാത്രമേ വരുന്നുള്ളൂ, 4 ഇല്ല എങ്കിൽ പോലും 1 അവിടെ ഉൾപ്പെടാത്തതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു MS പവർ പോയിന്റിൻ്റെ പോർഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അത് തുടർന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി വരുന്ന എക്സാംസിലും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ, ഈ ഒരു ഫോർമാറ്റ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കൃത്യമായും ജോലി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ പോർഷൻസും, എല്ലാ ഏരിയാസും, എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ നിങ്ങളുടെ ഭാവി, അതായത് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് നേടുന്നതിന് വേണ്ടി CC എന്ന് പറയുന്ന ഈ ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 30% ഓഫറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിലും പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്. Download now CC Learning app.